അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വെബ്സൈറ്റാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അത് 1-2 രൂപയല്ല, 10,000-ന് മേളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. നല്ലൊരു വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ എക്സാം കാണും. എക്സാം എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം ഞാൻ വീഡിയോയുടെ അവസാനം ആ എക്സാം എങ്ങനെ പാസ്സാകണം, ഈ എക്സാം മാത്രമല്ല നമുക്ക് ഓൺലൈനിൽ വരുന്ന എല്ലാ ടെസ്റ്റും എങ്ങനെ പാസ്സാകണം എന്നതിന് സഹായിക്കുന്ന നല്ലൊരു ടിപ്പും കൂടി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് നിങ്ങൾക്ക് റൈറ്റിംഗ് ജോബിന് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു വെബ്സൈറ്റാണ് പറഞ്ഞു തരാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, റൈറ്റേഴ്സ് ലാബ് എന്നാണ് ആപ്ലിക്കേഷൻ അല്ല വെബ്സൈറ്റിൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുക, റൈറ്റേഴ്സ് ലാബ് എന്ന് കൊടുക്കുക. അപ്പോൾ ആദ്യം വരുന്ന ഇത് കണ്ട് ഈ writers.com എന്ന് കിടക്കുന്ന ആ പേനയുടെ ചിഹ്നം വരുന്ന അതാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന സൈറ്റ്. ഞാൻ പറഞ്ഞെന്ന് കരുതി നിങ്ങൾ ഉടനെ ചാടിക്കറ്റ് രജിസ്റ്റർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരുപാട് വേറെ പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ. ഗൂഗിൾ റിവ്യൂ, അതുപോലെ തന്നെ ട്രസ്റ്റ്പാല, അതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് വിശ്വസനീയമായി തോന്നിയെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, രജിസ്റ്റർ ചെയ്തിട്ട് വർക്ക് ചെയ്യാവുള്ളൂ എന്ന് ഞാൻ എടുത്ത് പറയുവാണ്. ഞാൻ പറഞ്ഞെന്ന് കരുതി നിങ്ങൾ ചെയ്യണമെന്നില്ല. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരിക മാത്രമാണ് ഇങ്ങനൊരു വെബ്സൈറ്റ് ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ അപ്പോൾ നമുക്ക് വെബ്സൈറ്റിലെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ പറയുന്നത് writers.com എന്നാണ്. അത് ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഇത് കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. സ്റ്റാർട്ട് യുവർ ഫ്രീലാൻസ് റൈറ്റിംഗ് കരിയർ ടുഡേ. അപ്പം നിങ്ങൾക്ക് നമുക്ക് ആ ഒരു ജസ്റ്റ് ടോക്കായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഫിൽ ഔട്ട് യുവർ CV. നമ്മൾ CV ഫില്ല് ചെയ്യുക. അതിനുശേഷം പാസ് ദ ടെസ്റ്റ് പാസ്സാകണം. റൈറ്റ് ചെയ്യുക, പിന്നെ ഏൺ ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ജെനുവിനായിട്ടുള്ള ഏതൊരു വെബ്സൈറ്റിലാണെങ്കിലും നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചിരിക്കണം, ഒരു ടെസ്റ്റ് പ്രതീക്ഷിച്ചിരിക്കണം. കാരണം നമ്മൾ ജെനുവിൻ അല്ലാത്തതൊക്കെയാണ് ടെസ്റ്റും ഇല്ല, ഇൻ്റർവ്യൂ ഇല്ലാതെ നേരിട്ട് നമ്മളെ കയറ്റുന്നത്. ജെനുവിനായിട്ടുള്ള ഏതൊരു സൈറ്റിലാണെങ്കിലും നമുക്ക് ടെസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഡെമോയോ എന്തെങ്കിലും നമ്മളെ അവർ ചെയ്യിപ്പിച്ചിട്ട് മാത്രമേ അവർ വെബ്സൈറ്റിൽ നമ്മൾക്ക് വർക്ക് ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ. അങ്ങനെയുള്ള വെബ്സൈറ്റുകളിലൊക്കെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പം ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അവർ പറയുന്നുണ്ട്. ഫ്രീ രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഹയസ്റ്റ് വേജസ്, നല്ലൊരു ഹയസ്റ്റ് ആയിട്ടുള്ള വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട്. സാലറി അവർ തരുന്നുണ്ട്. വൺ ടൈം പേയ്മെൻറ്റ് ആണ് അലൗഡ് ചെയ്യുന്നത്. പിന്നെ 24 hours സപ്പോർട്ടുണ്ട്. കോൺസ്റ്റൻറ്റ് ഫോളോ ഓർഡേഴ്സ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഫോളോ ചെയ്യണം. ഫ്ലെക്സിബിൾ വർക്കിംഗ് ഹവേഴ്സ്, നമുക്ക് ഫ്ലെക്സിബിളായിട്ടുള്ള രീതിയിൽ ഹവേഴ്സിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഇവിടെ നമ്മൾ റൈറ്റേഴ്സ് ഏണിങ് കണ്ടോ, ആവറേജ് പെർ മന്ത്, ഒരു മന്തിൽ റൈറ്റേഴ്സ് ഏൺ ചെയ്തെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ENL എന്ന് കിടക്കുന്നുണ്ട്. ENL റൈറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ളവർക്ക് കിട്ടിയിട്ടുള്ള ഹൈ പേയ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ESL റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അല്ലാത്ത, മെയിനായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലാത്തവരുണ്ടല്ലോ, സംസാരിക്കാത്തവർ, അങ്ങനെയുള്ള കൺട്രീസിൽ വന്നിരിക്കുന്ന പേയ്മെൻ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഈ രജിസ്റ്റർ നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ആർ ദെയർ എനി സ്റ്റാർട്ടപ്പ് പേയ്മെൻറ്റ് അവർ സൈറ്റ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ആൻസർ കണ്ടോ, നോ സ്റ്റാർട്ടപ്പ് പേയ്മെൻറ്റ് ഫോർ അവർ ഓതറൈസ് ദ രജിസ്ട്രേഷൻ ഈസ് ഫ്രീ. അപ്പോൾ അവർ പറയുന്നത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പേയ്മെൻറ്റ് വല്ലതും വേണോ, ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പേയ്മെൻറ്റ് വല്ലതും വേണോ, വേണ്ട, ഇതൊരു ഫുൾ ഫ്രീ ആയിട്ടുള്ള സൈറ്റാണെന്നാണ് അവർ പറയുന്നത്. ഹൗ ക്യാൻ ഐ റിസീവ് മൈ സാലറി, എങ്ങനെ നമുക്ക് സാലറി റിസീവ് ചെയ്യാൻ പറ്റും? ത്രൂ പേപ്പാൽ ഓർ പേനിയോർ. കണ്ടോ, പേപ്പാൽ വഴിയും പേനിയോർ വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് റിസീവ് ചെയ്യാൻ പറ്റും, സാലറി റിസീവ് ചെയ്യാൻ പറ്റും.
ഹൗ ക്യാൻ ഐ ഗെറ്റ് എ ബോണസ് നമുക്ക് എങ്ങനെ കിട്ടുമെന്ന്. ഇഫ് യു ഷോ ഹൈ വർക്ക് ഇൻ എഫിഷ്യൻസി യു ക്യാൻ ഗെറ്റ് 2% ബോണസ്. അപ്പം നമുക്ക് ഹൈ വർക്ക് എഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് 2% ബോണസ് കിട്ടും. മന്ത്ലി സാലറി ഫോർ 80 to 149 പേജസ്. അപ്പോൾ എങ്ങനെയാണ് 2% ബോണസ് കിട്ടും? എങ്ങനെയാണ് മന്ത്ലി സാലറി എങ്ങനെയാണ് 80 തൊട്ട് 149 പേജസ് എഴുതുമ്പോഴാണ് നമുക്ക് 20% അഡീഷണലായിട്ട് ബോണസ് കിട്ടുന്നത്. അതുകൂടാതെ 150 പേജസ് നമ്മൾ പെർ മന്ത്ലി നമ്മൾ 150 പേജസ് എഴുതുവാണെങ്കിൽ 4% നമുക്ക് എന്ത് കിട്ടും? ബോണസ് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് കണ്ടോ ഓരോ ക്വസ്റ്റ്യൻസിനും അവർ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് നമുക്ക് ഇതിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഈ രജിസ്റ്റർ നൗ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഫുൾ ഡീറ്റെയിൽ കണ്ടോ ഒരു രജിസ്ട്രേഷൻ ഫോം വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ സാധാരണ എല്ലാ രജിസ്ട്രേഷൻ ഫോം എങ്ങനെയാണോ അതുപോലെയാണ്. ചില വെബ്സൈറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ രജിസ്ട്രേഷൻ ഫോം ആയിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് കാര്യമായിട്ട് തന്നെ ഫില്ല് ചെയ്യാനുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെയാണ്. പേര്, പിന്നെ എന്താണ് ജെൻഡർ, കൺട്രി, ഇമെയിൽ, പാസ്വേഡ്, ഫോണ്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള എഡ്യൂക്കേഷൻ പ്രൊഫഷൻസ് അറിയാം, ഏതൊക്കെ ഇത് ലെവലുണ്ട് അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ടിക്കിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാനുള്ള ഇത്. അപ്പം ഇതിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് ജോബുകളൊക്കെ വരുന്നത്. അപ്പം അക്കൗണ്ടിങ് അറിയാമെങ്കിൽ അക്കൗണ്ടിങ് കൊടുക്കുക, പിന്നെ അഗ്രികൾച്ചർ ആണെങ്കിൽ അഗ്രികൾച്ചർ കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ അറിയാമോ ആ ഓപ്ഷൻ എല്ലാം കൊടുക്കണം. അങ്ങനെ എന്താണ് ഇത് ഫുൾ ഫില്ല് ചെയ്യുക. പിന്നെ ക്യാപ്ചർ ടാബ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇത് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത്, ടെസ്റ്റ് വരുന്നത്. ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ പേയ്മെൻറ്റ് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോൺടാക്റ്റ് ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് നെയിം കൊടുക്കുക, മെയിൽ ഐ ഡി കൊടുക്കുക, സബ്ജക്റ്റ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ മെസ്സേജ് സെൻഡ് ചെയ്യുക. അതിനുശേഷം ക്യാപ്ചർ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് കൊടുക്കുകയെങ്കിൽ നിങ്ങൾക്ക് അവർ മറുപടി തരുന്നതായിരിക്കും. എന്ത് ഇഷ്യൂ ആണെങ്കിലും നിങ്ങൾക്ക് ഇതുവഴി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനല്ല, നല്ലൊരു വെബ്സൈറ്റാണ്. ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ കണ്ടില്ലേ എംപ്ലോയർ സ്കോർ കൊടുത്തിരിക്കുന്നു. ആവറേജ് റൈറ്റർ മന്ത്ലി ഏണിങ്സ് എത്രയാണ്, $1646. കറൻ്റ്ലി അവൈലബിൾ ഓർഡേഴ്സ് 158 ഓർഡേഴ്സ് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളതിലെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കണ്ടോ പോപ്പുലർ റൈറ്റിംഗ് ഡിസിപ്ലിൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരെല്ലാം നിങ്ങൾ എന്താണ് ഇതിൽ മാക്സിമം എന്താണ് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ആപ്ലിക്കേഷനാണ്. പിന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് പാസ്സാകാനായിട്ട് ഒരു ടിപ്സ് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞായിരുന്നു. ടിപ്പെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ഇപ്പം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കിനും നിങ്ങൾ എന്ത് ചെയ്യണം, 2 ഫോൺ യൂസ് ചെയ്യുക. ഒരു ഫോണിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുണ്ടല്ലോ ക്വസ്റ്റ്യൻ്റെ ടെസ്റ്റ് വരുമ്പോഴത്തേക്കിനും നിങ്ങൾ വേറൊരു ഫോൺ എടുത്തിട്ട് അതിൽ വാട്സപ്പുള്ളൊരു ഫോൺ എടുക്കുക. വാട്സപ്പ് അല്ല, മറ്റേ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഫീച്ചർ ഉണ്ടല്ലോ AI ടൂൾസ് എന്ന് പറഞ്ഞൊരു സാധനം, ആ ഒരു ഓപ്ഷൻ എടുത്ത് വയ്ക്കുക. അതിപ്പം നിങ്ങളുടെ വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണും, ഒരു വളയം പോലെ ഇങ്ങനെ കാണുന്ന സാധനം. അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം. ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ക്വിസിനകത്ത് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം AI കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മിക്കവാറും ക്യൂസ് ടെസ്റ്റ് ആകുമ്പോഴത്തേനും ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പം ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് വേണം, ആ ഒരു ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ പറയണം. ഓപ്ഷണലാണ് അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ എസ്സേ പോലെ ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് AI ടൂൾസിൽ ക്വസ്റ്റ്യൻ അടിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ പ്ലീസ് എക്സ്പ്ലെയിൻ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ പ്ലീസ് ഷോർട്ട് ആൻസർ, അങ്ങനെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അങ്ങനെ അത് ഏതോ കാറ്റഗറി ആണെന്നും കൂടി കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, AIക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നിങ്ങളത് എന്ത് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, വേറൊരു ഫോണല്ലേ, നിങ്ങളത് നോക്കിയിട്ട് എന്താണ് കറക്റ്റ്
ഇനി ഓപ്ഷൻ ആണെങ്കിൽ ഏതാണെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ടിക്ക് ഇട്ട് കൊടുക്കുക. അതല്ലാതെ ടൈപ്പ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഇപ്പം ഇതുപോലത്തെ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മനസ്സിലായെന്ന് കരുതുന്നു. എന്താ വെച്ചാൽ നിങ്ങൾ 2 ഫോൺ യൂസ് ചെയ്യുക. ഒരു ഫോണിൽ ടെസ്റ്റ്, മറ്റേ ഫോണിൽ AI ടൂൾസ്. എന്നിട്ട് ടെസ്റ്റിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് ജസ്റ്റ് നിങ്ങൾ AI ടൂൾസിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ മറ്റേ ഫോണിൽ ടൈപ്പ് ചെയ്തിട്ട് AI ടൂൾസിന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം AI ടൂൾസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത് ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്, ക്വിസ് പോലെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഓപ്ഷന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ടെസ്റ്റ് പാസ്സാക്കാൻ പറ്റും. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അങ്ങനെ ടെസ്റ്റ് പാസ്സാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് കേട്ടോ. അങ്ങനെ പാസ്സാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.